സുനിൽ വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് രാജ്യം എത്തിയിരിക്കുകയാണല്ലോ. ജൂൺ 4-ന് പ്രഖ്യാപിക്കുന്ന ഫലത്തിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു മണ്ഡലമായ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. കണ്ണൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് രാഷ്ട്രീയ ചേരിതിരിവിൻ്റെയും കുടിപ്പകയുടെയും രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും ഒരു ചിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കണ്ണൂരെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇവിടെ നിന്നും വിജയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനാണ്. അദ്ദേഹം കണ്ണൂരിലെ നിലവിലുള്ള MP കൂടിയാണ്. കുമ്പക്കുടി സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. കണ്ണൂർ ജില്ലയിലെ എടക്കാട് ഗ്രാമപഞ്ചായത്തിലെ നടാൽ സ്വദേശിയാണ്. 1948 ജനിച്ച K സുധാകരൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം അതുപോലെ തന്നെ പിന്നെ നിയമ ബിരുദവും നേടിയിട്ടുണ്ട്. ഇത്തവണ വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കണ്ണൂർ മണ്ഡലത്തിൽ നടന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ CPM നേതാവും മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന അതുപോലെ കണ്ണൂരിലെ മുൻ MP കൂടിയായിരുന്ന PK ശ്രീമതി ടീച്ചറിനെ 94,559 വോട്ടുകൾക്കാണ് K സുധാകരൻ പരാജയപ്പെടുത്തിയത്. അന്ന് NDA മുന്നണിക്ക് വേണ്ടി മത്സരിച്ച BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ CK പത്മനാഭൻ 68,509 വോട്ടുകൾ സമാഹരിച്ചിരുന്നു. 2014 തിരഞ്ഞെടുപ്പിൽ ശ്രീമതി ടീച്ചർ വെറും 6,566 വോട്ടുകൾക്കാണ് K സുധാകരനെ പരാജയപ്പെടുത്തിയത്. അന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJP നേതാവ് ശ്രീ PC മോഹനൻ മാസ്റ്റർക്ക് 51,636 വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ 43,151 വോട്ടുകൾക്കാണ് CPM നേതാവ് KK രാഗേഷിനെ പരാജയപ്പെടുത്തിയത്. ഇത്തവണ വലിയ മത്സരം തന്നെയാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. UDF സ്ഥാനാർത്ഥിയായി നിലവിലുള്ള MP K സുധാകരൻ തന്നെ പോരിനിറങ്ങിയപ്പോൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി പോരടിച്ചത് CPM ജില്ലാ സെക്രട്ടറി ശ്രീ MP ജയരാജനാണ്. NDA സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് കണ്ണൂരിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC സെക്രട്ടറി ഒക്കെ ആയിരുന്ന ശ്രീ C രഘുനാഥാണ്. C രഘുനാഥ് അടുത്തിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന നേതാവാണ്. കോൺഗ്രസിന്റെ കണ്ണൂരിലെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 2021 UDF സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. പലവട്ടം രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. അത് ഇപ്രകാരമാണ്: തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളാണ് അവ. ഇതിൽ ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബാക്കി 5 മണ്ഡലങ്ങളും നിലവിൽ ഇടതുമുന്നണിക്കൊപ്പമാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ MP ജയരാജൻ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ CPMന്റെ മുതിർന്ന നേതാവുമാണ്. പെരളശ്ശേരി സ്വദേശിയാണ്. അതുപോലെ കണ്ണൂർ ജില്ലയിലെ എടക്കാട് മണ്ഡലത്തിൽ നിന്നും 11ാം കേരള നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇത്തവണ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP ജയരാജൻ ആയതുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥി കോൺഗ്രസിന് കണ്ണൂർ മണ്ഡലം നിലനിർത്താൻ ആവശ്യമാണെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് നിലവിലെ MPയുമായ K സുധാകരനെ തന്നെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം അതുപോലെ സംസ്ഥാന നേതൃത്വവും തീരുമാനമെടുത്തത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യ അനുപാതം പരിശോധിച്ചാൽ 59% ഹിന്ദു വോട്ടർമാരാണ്, 29% മുസ്ലിം വോട്ടർമാരും 11% ക്രിസ്ത്യൻ വോട്ടർമാരും ഈ മണ്ഡലത്തിലുണ്ട്. ഇത്തവണ കണ്ണൂർ മണ്ഡലത്തിൽ 75.74% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. 2019 ഇത് 83.20% ആയിരുന്നു. 2019 കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. കൂടാതെ ശബരിമല യുവതീ പ്രവേശന വിഷയവും കോൺഗ്രസിന് അനുകൂല ഘടകമായി വരികയും
ആകെയുള്ള 20 സീറ്റിൽ 19 സീറ്റുകളും കോൺഗ്രസ് അതായത് UDF മുന്നണി നേടുകയും ചെയ്തു. ഇത്തവണ എന്തായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ആര് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കുകയില്ല. 3ാം തവണയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തൂ എന്നാണ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ പരാജയം അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പാർട്ടിയുടെ ശക്തി ദുർഗമായ ജില്ല മാത്രമല്ല, നിരവധി പാർട്ടി ഗ്രാമങ്ങൾ കൂടിയുള്ള ജില്ലയാണ് കണ്ണൂർ. നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിച്ച ജില്ല കൂടിയാണ് കണ്ണൂർ. പക്ഷെങ്കിൽ കെ സുധാകരനോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള ത്രാണി CPM നേതാവ് MP ജയരാജനുണ്ടോ എന്ന് നമുക്ക് ഇത്തവണ കണ്ടു തന്നെ അറിയാം. കണ്ണൂരിൽ പലതവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച AP അബ്ദുള്ളക്കുട്ടി 99-ലും 2004-ലും ഇവിടെ ജയിച്ചിട്ടുണ്ട്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഇടതുപക്ഷ കോട്ട എന്ന് നമുക്ക് തോന്നിക്കുമെങ്കിലും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. BJPക്ക് ചില പോക്കറ്റുകളിൽ മാത്രമേ ശക്തിയുള്ളൂ. മുസ്ലിം ലീഗിന്റെ വോട്ടുകളാണ് UDF വിജയത്തിന് പ്രധാന ഘടകമാകുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി MP ജയരാജൻ മോശക്കാരനൊന്നുമല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെങ്കിൽ 2ാം വട്ടവും ഭരണം തുടരുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിഷ്പക്ഷ വോട്ടർമാർ UDF-ലേക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് ആണ് കെ സുധാകരൻ. വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം തന്നെ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. 1971-72 കാലഘട്ടങ്ങളിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1976-77 കാലഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. 1991 മുതൽ 2001 വരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2018 മുതൽ 2021 വരെ KPCC വർക്കിംഗ് പ്രസിഡന്റായിരുന്നു. 2021 മുതൽ അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റായിട്ട് നിയമിച്ചു. ഒരു ചെറിയ മാർജിനിലാണെങ്കിലും UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇത്തവണയും കണ്ണൂർ മണ്ഡലം നിലനിർത്തുമെന്ന് നമുക്കിവിടെ പ്രവചിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒന്ന് മനസ്സിലാക്കണം, പ്രവചനങ്ങൾ എപ്പോഴും പ്രവചനങ്ങൾ മാത്രമാണ്. മണ്ഡലത്തിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഓരോ മണ്ഡലത്തിലെയും ജയസാധ്യതകൾ വിലയിരുത്തുന്നത്. 10% മുതൽ 20% വരെ ഈ വിജയ പരാജയ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും 2024 തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ തന്നെ വിജയിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതിശക്തമായ ഒരു പോരാട്ടമാണ് UDF-ഉം LDF-ഉം നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ് കണ്ണൂരിൽ നടന്നത്. NDA സ്ഥാനാർത്ഥിക്ക് ഇവിടെ അത്ര പ്രസക്തമായ ഒരു ശക്തിയില്ല. ഇഘട്ടത്തിൽ നമുക്ക് UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെ മത്സരിച്ച് വിജയിക്കുമെന്ന് പ്രവചിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ നമസ്കാരം.